ഡാ നീ എങ്ങനെയിരുന്ന വണ്ടിയാ? നീ ആ കുഴിയിൽ പോയി വീട് നീ നശിച്ചോ? ആറ്റുനോറ്റു വാങ്ങിയ ബൈക്ക് സന്തോഷത്തോടെ പുതിയ കാഴ്ചകളും ദൂരങ്ങളും താണ്ടി മുന്നോട്ടു പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. വണ്ടിക്ക് നമ്മളിപ്പം വണ്ടി ഓടുമ്പോൾ വണ്ടി ഒരാഴ്ച ഓടുമ്പോൾ തന്നെ വണ്ടി വർഷാപ്പിൽ കയറ്റി പണിയേണ്ടി വരും. പുഷുകളെല്ലാം പോയി ആ വണ്ടി. അതുകൊണ്ട് ഇങ്ങോട്ട് ഓട്ടം തന്നെ വരുന്നത് നമ്മളിപ്പം നിർത്തി വയ്ക്കണമെന്ന് ആലോചിക്കും. ആ റൂട്ടിൽ കൂടെ പോകാനാണെങ്കിൽ വണ്ടി എടുക്കാതിരിക്കുക നല്ലത്. വണ്ടിക്ക് എന്നും പണിയായിരിക്കും, വർക്ക്ഷോപ്പിൽ കയറ്റാനേ പറ്റുള്ളൂ. ഇവിടെ അധികാരി പറ്റിയൊന്നും ചെയ്യുന്നില്ല, ആരൊന്നും ചെയ്യുന്നില്ല. ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ കിടക്കുക. ഇത്രയും മോശപ്പെട്ട റോഡ് എനിക്കൊന്നും ഇവിടെ ഇത്രയും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അവർ ഇടയ്ക്ക് മണ്ണിട്ടായിരുന്നു, പക്ഷെ അതൊരു മഴയത്ത് തന്നെ അതെല്ലാം മണ്ണെല്ലാം അങ്ങ് പോയി. നിങ്ങൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. 2021 പണി പൂർത്തിയാക്കിയ ശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പലതവണ നന്നാക്കാൻ പദ്ധതി ഇട്ടു, ഒന്നും നടന്നില്ല. പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇത് മൊത്തം പോയല്ലോടാ. ആ കുഴിയിൽ പോയി കിടന്ന് ഇതിൻ്റെ ബാക്കിലെ വീൽ ബെയറിക്ക് ഷോക്ക് പോയി. പിന്നെ ഓൾറെഡി മൊത്തം പോയി ആ കുഴി പോയി വീണിട്ട്. അതുമല്ല ഓടിക്കുന്നു, എൻ്റെ നടുവ് ഓടി. മൊത്തം പ്രശ്നമാണല്ലോ. പണി കിട്ടിയല്ലേ? ഓ പിന്നെ നീ സുഖവാസത്തിലാണല്ലോ. കുറേ തവണ പറഞ്ഞതാ റോഡ് നന്നാക്കാൻ. ദേ മാതൃഭൂമിക്കാർ വന്ന് പടം പിടിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയാകുവോടെ. ഇതുപോലെ ഞങ്ങൾ മാത്രമല്ല, ഈ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.